everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 60th lecture on Strategic Cost and Management Accounting. This lecture is based on Standard Costing and Variance Analysis, which is the third module in the subject Strategic Cost and Management Accounting for Semester 3 students of MCOM. In previous lecture, we were discussing about material variances, and in this lecture, we are going to continue with the same topic, that is material variances. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ലെക്ചറിൽ നമ്മൾ മെറ്റീരിയൽ ഈൽഡ് വേരിയൻസിൻ്റെ ഒരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഡേറ്റ കാൽക്കുലേറ്റ് മെറ്റീരിയൽസ് ഈൽഡ് വേരിയൻസ്. തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്നും മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എന്തൊക്കെ ഡേറ്റയാണ് തന്നിട്ടുള്ളതെന്ന് നോക്കാം. രണ്ട് മെറ്റീരിയൽസ് ആണുള്ളത്, മെറ്റീരിയൽ എ ആൻഡ് മെറ്റീരിയൽ ബി. മെറ്റീരിയൽ എയുടെയും മെറ്റീരിയൽ ബിയുടെയും കേസിൽ സ്റ്റാൻഡേർഡ് മിക്സും ആക്ച്വൽ മിക്സും തന്നിട്ടുണ്ട്. മെറ്റീരിയൽ എയുടെ കേസിൽ സ്റ്റാൻഡേർഡ് മിക്സ് 200 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹12 ആൻഡ് ആക്ച്വൽ മിക്സ് 160 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹13. മെറ്റീരിയൽ ബിയുടെ കേസിൽ സ്റ്റാൻഡേർഡ് മിക്സ് 100 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹10, ആക്ച്വൽ മിക്സ് 140 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹10. സ്റ്റാൻഡേർഡ് ലോസ് അലോഡ് ഇസ് 10% ഓഫ് ഇൻപുട്ട്. ഇൻപുട്ടിൻ്റെ 10% ആണ് അലോഡ് സ്റ്റാൻഡേർഡ് ലോസ്. ആക്ച്വൽ ഔട്ട്പുട്ട് ഈസ് 275 യൂണിറ്റ്സ്. ആക്ച്വൽ ഔട്ട്പുട്ട് 275 യൂണിറ്റ്സ് ആണ്. നമുക്ക് ആൻസറിലേക്ക് പോകാം. In this case, standard and actual mix do not differ. So, there is no need of calculating revised standard mix. നമ്മൾ മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ രണ്ട് സിറ്റുവേഷൻസിനെ പറ്റി പറഞ്ഞിരുന്നു. ഫസ്റ്റ് സിറ്റുവേഷൻ സ്റ്റാൻഡേർഡ് മിക്സും ആക്ച്വൽ മിക്സും ഡിഫർ ചെയ്യാത്ത കേസും, സെക്കൻഡ് സിറ്റുവേഷൻ ആക്ച്വൽ മിക്സ് സ്റ്റാൻഡേർഡ് മിക്സിൽ നിന്നും ഡിഫർ ചെയ്യുന്ന കേസുമായിരുന്നു. ഈ ക്വസ്റ്റ്യനിൽ സ്റ്റാൻഡേർഡ് മിക്സും ആക്ച്വൽ മിക്സും ഡിഫർ ചെയ്യുന്നില്ല. ബിക്കോസ് ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സ്റ്റാൻഡേർഡ് മിക്സിൻ്റെ കേസിൽ മെറ്റീരിയൽ എയുടെ ക്വാണ്ടിറ്റി 200 യൂണിറ്റ്സും മെറ്റീരിയൽ ബിയുടെ ക്വാണ്ടിറ്റി 100 യൂണിറ്റ്സുമാണ്. സോ അതിൻ്റെ ടോട്ടൽ 200 യൂണിറ്റ്സ് പ്ലസ് 100 യൂണിറ്റ്സ് 300 യൂണിറ്റ്സ് ആണ്. ഇനി ആക്ച്വൽ മിക്സിൻ്റെ കേസിൽ മെറ്റീരിയൽ എയുടെ ക്വാണ്ടിറ്റി 160 യൂണിറ്റ്സും മെറ്റീരിയൽ ബിയുടെ ക്വാണ്ടിറ്റി 140 യൂണിറ്റ്സുമാണ്. സോ അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 160 യൂണിറ്റ്സ് പ്ലസ് 140 യൂണിറ്റ്സ് ഈക്വൽ ടു 300 യൂണിറ്റ്സ് ആണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് മിക്സിൻ്റെ ക്വാണ്ടിറ്റിയുടെ ടോട്ടലും 300 യൂണിറ്റ്സ് ആണ്, ആക്ച്വൽ മിക്സിൻ്റെ ക്വാണ്ടിറ്റിയുടെ ടോട്ടലും 300 യൂണിറ്റ്സ് ആണ്. സോ സ്റ്റാൻഡേർഡ് മിക്സും ആക്ച്വൽ മിക്സും ഡിഫർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ റീവൈസ്ഡ് സ്റ്റാൻഡേർഡ് മിക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യകതയില്ല. നമുക്കിനി മെറ്റീരിയൽ എയുടെ കേസിലും മെറ്റീരിയൽ ബിയുടെ കേസിലുമുള്ള സ്റ്റാൻഡേർഡ് മിക്സിൻ്റെയും ആക്ച്വൽ മിക്സിൻ്റെയും കാൽക്കുലേഷനിലേക്ക് പോകാം. ആദ്യം നമുക്ക് രണ്ട് മെറ്റീരിയൽസിൻ്റെയും സ്റ്റാൻഡേർഡ് മിക്സിൻ്റെ കാൽക്കുലേഷൻസിലേക്ക് വരാം. മെറ്റീരിയൽ എയുടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 200 യൂണിറ്റ്സ് ആണ് ആൻഡ് സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ₹12. സോ മെറ്റീരിയൽ എയുടെ കേസിൽ 200 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹12, ദാറ്റ് ഈസ് 200 ഇൻറ്റു ₹12 ഈക്വൽസ് ടു ₹2400. സോ മെറ്റീരിയൽ എയുടെ കേസിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ₹2400 ആണ്. ഇനി മെറ്റീരിയൽ ബിയുടെ കേസിൽ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 100 യൂണിറ്റ്സ് ആണ് ആൻഡ് സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ യൂണിറ്റ് ₹10 ആണ്. സോ മെറ്റീരിയൽ ബിയുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 100 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹10, ദാറ്റ് ഈസ് 100 യൂണിറ്റ്സ് ഇൻറ്റു ₹10 ഈസ് ഈക്വൽ ടു ₹1000. മെറ്റീരിയൽ ബിയുടെ കേസിലെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ₹1000 ആണ്. ഇനി സ്റ്റാൻഡേർഡ് മിക്സിൻ്റെ കേസിൽ മെറ്റീരിയൽ എയുടെയും മെറ്റീരിയൽ ബിയുടെയും ക്വാണ്ടിറ്റീസിൻ്റെ ടോട്ടൽ, മെറ്റീരിയൽ എയുടെ 200 യൂണിറ്റ്സ് പ്ലസ് മെറ്റീരിയൽ ബിയുടെ 100 യൂണിറ്റ്സ്, ദെൻ ദ ടോട്ടൽ ഈസ് 300 യൂണിറ്റ്സ്. ഇനി മെറ്റീരിയൽ എയുടെയും മെറ്റീരിയൽ ബിയുടെയും സ്റ്റാൻഡേർഡ് കോസ്റ്റിൻ്റെ ടോട്ടലാണ്. മെറ്റീരിയൽ എയുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ₹2400, മെറ്റീരിയൽ ബിയുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ₹1000. സോ ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് മെറ്റീരിയൽ എയുടെ ₹2400 പ്ലസ് മെറ്റീരിയൽ ബിയുടെ ₹1000 ഈസ് ഈക്വൽ ടു ₹3400. ₹3400 ആണ് മെറ്റീരിയൽ എയുടെയും മെറ്റീരിയൽ ബിയുടെയും കൂടി സ്റ്റാൻഡേർഡ് കോസ്റ്റിൻ്റെ ടോട്ടൽ. ഇനി നമുക്ക് മെറ്റീരിയൽ എയുടെ കേസിലും മെറ്റീരിയൽ ബിയുടെ കേസിലും ആക്ച്വൽ മിക്സിൻ്റെ കാൽക്കുലേഷൻസിലേക്ക് പോകാം.
മെറ്റീരിയൽ എയുടെ കേസിൽ ആക്ച്വൽ ക്വാണ്ടിറ്റി 160 യൂണിറ്റ്സ് ആണ്. ആക്ച്വൽ പ്രൈസ് പെർ യൂണിറ്റ് ₹13 ആണ്. സോ മെറ്റീരിയൽ എയുടെ കേസിൽ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് 160 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹13. ദാറ്റ് ഈസ് 160 യൂണിറ്റ്സ് ഇൻറ്റു ₹13 ഈസ് ഈക്വൽ ടു ₹2080. ഇനി മെറ്റീരിയൽ ബിയുടെ കേസിൽ ആക്ച്വൽ ക്വാണ്ടിറ്റി 140 യൂണിറ്റ്സ് ആണ്. ആക്ച്വൽ പ്രൈസ് പെർ യൂണിറ്റ് ₹10 ആണ്. സോ മെറ്റീരിയൽ ബിയുടെ കേസിൽ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് 140 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹10. ദാറ്റ് ഈസ് 140 യൂണിറ്റ്സ് ഇൻറ്റു ₹10 ഈസ് ഈക്വൽ ടു ₹1400. ആക്ച്വൽ ക്വാണ്ടിറ്റിയുടെ ടോട്ടൽ മെറ്റീരിയൽ എയുടെ കേസിൽ 160 യൂണിറ്റ്സ് പ്ലസ് മെറ്റീരിയൽ ബിയുടെ കേസിൽ 140 യൂണിറ്റ്സ് ഈസ് ഈക്വൽ ടു 300 യൂണിറ്റ്സ്. ഇനി ആക്ച്വൽ കോസ്റ്റിൻ്റെ ടോട്ടൽ മെറ്റീരിയൽ എയുടെ കേസിൽ ₹2080 പ്ലസ് മെറ്റീരിയൽ ബിയുടെ കേസിൽ ₹1400 ഈസ് ഈക്വൽ ടു ₹3480. ഓക്കെ, നമ്മൾ ഇവിടെ വരെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയുടെ ടോട്ടലും ആക്ച്വൽ ക്വാണ്ടിറ്റിയുടെ ടോട്ടലും സ്റ്റാൻഡേർഡ് കോസ്റ്റിൻ്റെ ടോട്ടലും ആക്ച്വൽ കോസ്റ്റിൻ്റെ ടോട്ടലും കണ്ടെത്തി. ഇനി ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ലോസ് അലൗഡ് ഈസ് 10% ഓഫ് ഇൻപുട്ട്. ഇൻപുട്ടിൻ്റെ 10% ആണ് അലൗഡ് സ്റ്റാൻഡേർഡ് ലോസ്. 10% ഓഫ് ഇൻപുട്ട് സ്റ്റാൻഡേർഡ് ലോസ് ആണ്. അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് എത്രയാണോ അതിൻ്റെ 10% ആണ് സ്റ്റാൻഡേർഡ് ലോസ്. സ്റ്റാൻഡേർഡ് മിക്സിൽ നോക്കിയാൽ അറിയാം മെറ്റീരിയൽ എയുടെ 200 യൂണിറ്റ്സും മെറ്റീരിയൽ ബിയുടെ 100 യൂണിറ്റ്സും കൂടി ആഡ് ചെയ്ത് 300 യൂണിറ്റ്സ് ആണ് ഇൻപുട്ട്. ആ ഇൻപുട്ടിൻ്റെ 10% അതായത് 300 യൂണിറ്റ്സിൻ്റെ 10% ആണ് സ്റ്റാൻഡേർഡ് ലോസ്. 300 യൂണിറ്റ്സിൻ്റെ 10% 30 യൂണിറ്റ്സ് ആണ്. സോ ഈ ഇൻപുട്ടായ 300 യൂണിറ്റ്സിൽ നിന്നും ലെസ് ലോസ് എന്ന് പറഞ്ഞ് 300 യൂണിറ്റ്സിൻ്റെ 10% ആയ 30 യൂണിറ്റ്സ് ലെസ് ചെയ്യുന്നു. ദെൻ ഔട്ട്പുട്ട് വരുന്നത് 270 യൂണിറ്റ്സ് ആണ്. ക്ലിയർ? ലോസിന് വാല്യൂ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിൻ്റെ ടോട്ടലായ ₹3400 തന്നെയാണ് ഔട്ട്പുട്ടിൻ്റെ കേസിലും സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആയിട്ട് വരുന്നത് ₹3400. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ആക്ച്വൽ ഔട്ട്പുട്ട് 275 യൂണിറ്റ്സ് ആണെന്ന്. ആക്ച്വൽ മിക്സിൻ്റെ കാൽക്കുലേഷനിൽ മെറ്റീരിയൽ എയുടെ കേസിൽ 160 യൂണിറ്റ്സും മെറ്റീരിയൽ ബിയുടെ കേസിൽ 140 യൂണിറ്റ്സും കൂടി ആഡ് ചെയ്തപ്പോൾ ടോട്ടൽ കിട്ടിയത് 300 യൂണിറ്റ്സ് ആണ്. ടോട്ടൽ 300 യൂണിറ്റ്സ് ആണ് ആക്ച്വലി എൻറ്റർ ചെയ്തത്. ബട്ട് മാനുഫാക്ചറിങ്ങിന് ശേഷം ലഭിച്ച ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 275 യൂണിറ്റ്സ് ആണ്. അതായത് 25 യൂണിറ്റ്സ് നഷ്ടമായി, 25 യൂണിറ്റ്സ് ലോസ് ആണ്. സോ 300 യൂണിറ്റ്സിൽ നിന്നും ലോസായ 25 യൂണിറ്റ്സ് കുറച്ചിട്ടാണ് 275 യൂണിറ്റ്സ് ആക്ച്വൽ ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, ലോസിന് വാല്യൂ ഒന്നുമില്ല. അതുകൊണ്ട് ആക്ച്വൽ കോസ്റ്റിൻ്റെ ടോട്ടലായ 3480 തന്നെയാണ് ഔട്ട്പുട്ടിൻ്റെ കോസ്റ്റായിട്ടും വരുന്നത്, ₹3480. ക്ലിയർ? ഈൽഡ് വേരിയൻസിൻ്റെ ഫോർമുല നമുക്കറിയാം. സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു ആക്ച്വൽ ഈൽഡ് മൈനസ് സ്റ്റാൻഡേർഡ് ഈൽഡ്. ഇതിൽ സ്റ്റാൻഡേർഡ് റേറ്റിൻ്റെ അഥവാ സ്റ്റാൻഡേർഡ് കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഫോർമുല നമുക്കറിയാം. സ്റ്റാൻഡേർഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സ് ഡിവൈഡഡ് ബൈ നെറ്റ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ നടത്തിയ കാൽക്കുലേഷനിൽ സ്റ്റാൻഡേർഡ് മിക്സിൻ്റെ കോസ്റ്റ് പറയുന്നുണ്ട് ₹3400 ആണ്. മെറ്റീരിയൽ എയുടെ ₹2400 പ്ലസ് മെറ്റീരിയൽ ബിയുടെ ₹1000 ഈസ് ഈക്വൽ ടു ₹3400. ഓക്കെ, ആൻഡ് നെറ്റ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഗ്രോസ് ഔട്ട്പുട്ട് മൈനസ് സ്റ്റാൻഡേർഡ് ലോസ് എന്നാണ്. എൻ്റർ ചെയ്ത ഇൻപുട്ട് എന്ന് പറയുന്നത് 300 യൂണിറ്റ്സ് ആണ്. ലോസ് ഒന്നും സംഭവിച്ചില്ല എങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ 300 യൂണിറ്റ്സ് തന്നെയാണ്. അപ്പോൾ ലോസിന് മുൻപ് വരേണ്ട ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 300 യൂണിറ്റ്സ് ആണ്. അതായത് ഗ്രോസ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 300 യൂണിറ്റ്സ് ആണ്. ബട്ട് അവിടെ ഒരു ലോസ് ഉണ്ട്. ലോസ് എന്ന് പറയുന്നത് 30 യൂണിറ്റ്സ് ആണ്. 300 യൂണിറ്റ്സിൻ്റെ 10%. സോ നെറ്റ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഗ്രോസ് ഔട്ട്പുട്ടായ 300 യൂണിറ്റ്സിൽ നിന്നും സ്റ്റാൻഡേർഡ് ലോസായ 30 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന 270 യൂണിറ്റ്സ് ആണ്. സോ എമൗണ്ട്സ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്.
rupees 3,400 divided by 270. And equation solve ചെയ്യുമ്പോൾ the amount of standard rate or standard cost per unit comes to rupees 12.593. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് റേറ്റ് കമ്പ്യൂട്ട് ചെയ്തു. നമുക്കിനി ഈൽഡ് വേരിയൻസിൻ്റെ കാൽക്കുലേഷനിലേക്ക് പോകാം. ഈൽഡ് വേരിയൻസിൻ്റെ ഫോർമുല നമുക്കറിയാം. സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു ആക്ച്വൽ ഈൽഡ് മൈനസ് സ്റ്റാൻഡേർഡ് ഈൽഡ്. സ്റ്റാൻഡേർഡ് റേറ്റ് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു. റുപ്പീസ് 12.593 ആണ്. ആക്ച്വൽ ഈൽഡ് 275 യൂണിറ്റ്സ് ആണ്. ആക്ച്വൽ ഔട്ട്പുട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഈൽഡ് എന്ന് പറയുന്നത് 270 യൂണിറ്റ്സ് ആണ്. 270 യൂണിറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് മിക്സിൻ്റെ കേസിൽ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയുടെ ടോട്ടലിൽ നിന്നും സ്റ്റാൻഡേർഡ് ലോസ് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം ലഭിക്കുന്ന സ്റ്റാൻഡേർഡ് ഈൽഡാണ്. ഓക്കെ, അതായത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയുടെ ടോട്ടലായ 300 യൂണിറ്റ്സിൽ നിന്നും സ്റ്റാൻഡേർഡ് ലോസായ 30 യൂണിറ്റ്സ് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം ലഭിക്കുന്നതാണ് 270 യൂണിറ്റ്സ്. ഈ എമൗണ്ട്സ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. റുപ്പീസ് 12.593 ഇൻറ്റു 275 യൂണിറ്റ്സ് മൈനസ് 270 യൂണിറ്റ്സ്. ബ്രാക്കറ്റിലുള്ള 275 യൂണിറ്റ്സ് മൈനസ് 270 യൂണിറ്റ്സ് ചെയ്യുമ്പോൾ 5 ആണ് കിട്ടുന്നത്. സോ റുപ്പീസ് 12.593 ഇൻറ്റു 5 എന്ന് വരും. അതിനുശേഷം ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ, അതായത് ഈൽഡ് വേരിയൻസിൻ്റെ എമൗണ്ട് വരുന്നത് റുപ്പീസ് 62.965 ആണ്. ഇതൊരു പോസിറ്റീവ് ഫിഗർ ആണ്. അതുകൊണ്ട് തന്നെ ഈൽഡ് വേരിയൻസ് റുപ്പീസ് 62.965 ഫേവറബിൾ ആണ്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ദിസ് പ്രോബ്ലം. താങ്ക് യു.